എങ്ങനെ മുകളിലെത്തി? മത്താച്ചൻ കൊണ്ടുവിട്ടു. എന്നിട്ട് അയാളെവിടെ? താഴത്തേക്ക് പോയി. നാശം. വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു, പിന്നെ എടുക്കുന്നുമില്ല. നീ വാ. പടിയാത്തേക്ക് വരണമെന്ന് വിചാരിച്ചത്, പിന്നെ അവിടെ വന്ന അവരെ കണ്ണീരും കരച്ചിലും പിഴിച്ചിലും എനിക്കതൊന്നും കാണാൻ വയ്യ. ഇപ്പം പഴയതുപോലൊന്നും അല്ല. ആൾക്കാർ ഓരോന്ന് പറയാൻ കാത്തിരിക്കുക. കഴിക്ക്. വേണ്ട അച്ഛനെ, മരുന്ന് കഴിക്കുന്നുണ്ട്. നീ എവിടെ പോയാടാ കുത്തു മേടിച്ചത്? ആശാനറിയാം, ജോണിഡാനും സണ്ണിയാ കുത്തിയത്. നീ എന്തിനാ അവിടെ പോയത്? ഞാൻ ഗംഗ അന്വേഷിച്ചു പോയത്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ അവനെ തപ്പി പുറകെ നടക്കരുതെന്ന്. അവൻ എന്ത് ടൈപ്പ് സാധനമാണെന്ന് നിനക്കറിയില്ല കൃഷ്ണ. ആരാണാവോ തട്ടിയത്? എന്നെ ശരിക്ക് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാ, ഒരു കാലത്ത് നമ്മൾ ഒരുപാട് വേണ്ടാധീനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ടൈം അല്ലേടാ. ആ കഥകളും പറഞ്ഞുകൊണ്ട് ഇപ്പൊ കയറി വന്ന വലിയ പുകില. ചത്തവനെ കുറിച്ച് ദോഷം പറയരുതെന്നാ കൃഷ്ണ. എന്നാലും മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ അവന് ഒരു മയവുമില്ലായിരുന്നു. അതുകൊണ്ടാണോ ആശാൻ അവനെ തല്ലിക്കൊന്ന? തല്ലിക്കൊന്നു? എടാ, അവനെ ആരോ കത്തിച്ച് എവിടെയോ കളഞ്ഞതല്ലേ. ആശാൻ എന്തിനാ അവനെ കൊന്നത്? അവൻ എന്ത് ചെയ്തിട്ടാ? അവന് മനസ്സിലായില്ലെന്ന്. മച്ചായാണ് മച്ചായി. അവനൊക്കെ എങ്ങനെ അറിയാൻ പാടില്ലെന്ന്. ഇതൊക്കെ എങ്ങനെ കെട്ടിപ്പോക്കെ നിനക്കറിയോ? അതാണ് കണ്ട. അതെ, രാമൂപ്പന്റെ 3 സെന്റ് കുടിയെടുപ്പാണ്. 3 സെന്റ് ഈ കിടക്കുന്നതില്ല. ഇത് ഉണ്ണിയാളുടെ മക്കളുടെ 3 സെന്റ്. ഇതാ കിടക്കുന്നത് കമലമാരുടെ മക്കളുടെ. ഇതൊക്കെ ഗംഗ മുമ്പിൽ ഇത് വാങ്ങിക്കൊടുത്താണ് ഗംഗ. എന്നിട്ട് ഇമാര് പറയണേ എന്നെ അറിഞ്ഞൂടെന്ന്. സുരേന്ദ്രൻ ഇവിടെ അല്ല താമസം. പിന്നെ എവിടെ? സോറിടാ, ഞാനേ ആശാന്റെ ഇവിടെ അന്വേഷിച്ച് വന്നാൽ. നീ വാ, കേറ്. മത്താച്ച, അതെ, എനിക്കിട്ടൊരു പണി വന്നിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നല്ലേ. നീ കേറടാ. അവന്മാര് ചെറിയ ടീമൊന്നുമല്ല. ഞാൻ കണ്ടിട്ടില്ലെന്ന് അവന്മാരെ ഇവിടെ. എന്ത് കോപ്പില വർത്താനാണ് നീ പറയുന്നത്? നീ എന്തിനാ പാതിരാത്രി എന്റെ വീട്ടിൽ കയറി പോയത്? അല്ല, ഞാൻ എവിടെ പോകാനാണ്? അച്ഛൻ വീടുമാരുടെ ആകാശം ഞാൻ അറിഞ്ഞിട്ടില്ല. ആരുണ്ട് എന്നെ ഉറക്കാനായിട്ട് തീരുമാനിച്ചണ്ട ആശാനെ? ആ ബെന്നിയില്ലേ പന്നി, അവനാണ് എന്നെ ഇട്ട് കൊടുത്തത്. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടൻ. അവനോട് ഞാൻ പണി കൊടുത്തണ്ട്. വെയിറ്റ് ചെയ്യട്ടൻ, കഴിയട്ടെന്ന് വെച്ചേ. എന്നാലും അവന്മാരെന്നെ ഉറക്കുന്നു തോന്നുന്നുണ്ട് ആശാനെ. അത് ഉറപ്പാണ്. പിന്നെ ആശാൻ വിചാരിച്ചാലാണ് എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എനിക്കിന്ന് ഈ പ്രായത്തിൽ നിന്നെയൊന്നും ചുമന്നെടുക്കാൻ പറ്റില്ല. എവന് ഓരോ ആവശ്യം വന്നപ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇല്ലാമത്തായി, ഞാൻ ആശാന്റെ അല്ലാതെ വേറെ എവിടെ പോകാനാണ്? ഇനി ഈ കേസ് എന്നല്ല, ഞാൻ കട്ടാൻ റൈറ്റായിട്ട് പറയാ. ഇനി ഒരു കേസിൽ ഞാൻ ഇടപെടില്ല. ഞാൻ എങ്ങോട്ട് പോകാനാണ്? നീ സ്ഥലം എവിടെ നോക്ക് പോ. ആശാനെ, അവര് ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. അവരെന്നെ ഉറക്കും. ഞാൻ അവിടുന്ന് പരാക്രമം പാഞ്ഞാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോ എനിക്ക് ഓക്കെയാണ്. എനിക്ക് പ്രശ്നമില്ല. ആശാൻ എന്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഹാപ്പിയാണ്. കിടിലൻ ടൂളാണല്ലോ ആശാനത്. ഞാൻ ഞങ്ങും പോകണില്ല. ഞാൻ ഇവിടെ അങ്ങോട്ട് നിൽക്കാന്ന് വെച്ച്. ഇവിടെ ആകുമ്പോ ഒന്നും പേടിക്കണ്ടല്ല. ഇവിടെ ആര് കയറി വരാനാ അല്ലേ?
ഹലോ കൃഷ്ണ, ഗംഗേടാ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്തിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ വന്ന് അനിതേനെ വിളിച്ചോണ്ടോണം. അനിതേന വാൽചേട്ടൻ പറഞ്ഞടാ എന്റെ ശരി. അവള് നിനക്കുള്ളതായിരുന്നു. ഞാൻ വെറുതെ എല്ലാം പിടിച്ചു പറിച്ച് ആകെ അലമ്പാക്കി. ഹലോ കൃഷ്ണ, ഈ നഗരത്തിന് ഗംഗയെ വേണ്ട. അവൻ വെറും ഒരു വേസ്റ്റാടാ. അല്ല, ഗംഗ നിന്റെ ആരാ? അവന്റെ കെട്ടിയവക്ക് പോലും അവനെ വേണ്ട. പിന്നെ നീ എന്തിനാടാ അവനെ അന്വേഷിച്ച് നടക്കുന്നത്? അവനൊരു പേപ്പട്ടിയാടാ. പേ പിടിച്ച തെരുവ് പൊട്ടി വീട്ടിൽ കയറി വന്ന തല്ലി കൊല്ലും അല്ലേ? അതേടാ, ഞങ്ങള് തെരുവട്ടികളാ. തെരുവട്ടികൾക്ക് ഉടമകളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതുപ്പിലാ. അത് കെട്ടിപ്പൊക്കിയത് സിമെന്റും കല്ലും കൊണ്ടൊന്നുമില്ല, കറുത്ത കട്ട പിടിച്ച ചോര കൊണ്ടാ. ഗംഗയുടെയൊക്കെ ചോര, ചോരക്ക് ചോര വിളി കേക്കടാ. വിളിക്കാൻ പോണേട്ടാ. ഉറക്കെണ്ണിക്കോ, ഇരുട്ട് തൊളിക്കാം. ഇങ്ങോട്ടോ, ഇവിടെ മതി. സമയമുണ്ട്. അവൻ വരുമെന്ന് നോക്കാം. എവിടെ പോയാലും അവൻ കണ്ടുപിടിക്കും. പക്ഷെ ഇരുട്ടത്തോട്ട് വരൂല. പേടിയാവന്. ഇരുട്ട് പേടിയാടവന്. ഇവിടെ തപ്പൂല. ഈ സമാധാനമായിട്ടിരിക്കും. പേടിയാണെങ്കിൽ ഒരു പാട്ട് മുടിക്കോ. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച. നീ അരിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ. ഞാനേമ്പിയ ചാറും ചെറവും മധുവല്ലേ പൊന്നച്ച. നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. നാം പൊട്ടിയ പൊക്കാളിക്കര, നാം പൊട്ടിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച. നീ വാരിയ ചുടുചോറൊപ്പം വെന്ത് പോയി നന്മകനെ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ. ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ.